സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ പ്രത്യാക്രമണം തന്ത്രപരവും ആസൂത്രിതവുമാണ്. അതേസമയം കണ്ണിന് കണ്ണ് എന്ന സമീപനത്തിന് മടിക്കില്ല എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപിനെ ഞെട്ടിച്ച് ബഹ്റൈനിലെ അമേരിക്കൻ താവളത്തിന്റെ ഹൃദയഭാഗം തന്നെ തകർത്തിരിക്കുകയാണ് ഇറാൻ. ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇവിടെ ഉണ്ടായി എന്നത് ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഇതുകൂടാതെ കുവൈറ്റിലെയും ജോർദാനിലെയും അമേരിക്കൻ താവളങ്ങളിലും ഇറാൻ കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പക്ഷേ അമേരിക്ക മൂടിവെക്കുകയാണ്. ഇക്കാര്യമാണ് ഈ വീഡിയോയിൽ പ്രധാന ഭാഗത്ത് പരിശോധിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ 400ഓളം സൈനികർക്ക് പരിക്കേറ്റുവെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. മിക്കവരുടെയും പരിക്ക് തലച്ചോറിനാണ്. അതിനിടെ ഹോർമൂസ് തങ്ങളുടെ ലംഘിക്കാൻ കഴിയാത്ത ചുവപ്പ് രേഖയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഹോർമൂസിനെ രാജ്യത്തിനുള്ളിലെ ഏത് പോയിന്റിൽ നിന്നും നിയന്ത്രിക്കാൻ കഴിയുമെന്നും ഇറാൻ അവകാശപ്പെട്ടു. അതായത് ട്രംപിന്റെ ഇപ്പോഴത്തെ ആക്രമണം കൊണ്ട് ഹോർമൂസ് പിടിക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമൂസിലെ ട്രംപിന്റെ അവകാശവാദത്തെ കപ്പൽ കമ്പനികൾ തന്നെ തള്ളിക്കളയുകയാണ്. അമേരിക്ക പറയുന്ന പാതയിലൂടെ പോകാൻ മിക്ക കപ്പലുകളും തയ്യാറാകുന്നില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിച്ചാൽ ഗൾഫിലെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കിയുണ്ടാകില്ല എന്നും ചെങ്കടൽ അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രയേലി ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നതും മറ്റൊരു ട്വിസ്റ്റാണ്. പ്രത്യേകിച്ചും നെതന്യാഹു അടുത്ത് തന്നെ അമേരിക്ക സന്ദർശിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ. ഇക്കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. വാർത്തകളുടെ ഉള്ളറിയാം. ആദ്യം ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ വിവരങ്ങളിലേക്ക് പോകാം. ഇറാനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന്റെ വിവരങ്ങളാണ് മിക്കപ്പോഴും വാർത്തകളിൽ നിറയുന്നത്. എന്നാൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണത്തിന്റെ അതിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സമ്മതിക്കാൻ അമേരിക്ക തയ്യാറാകാറില്ല. പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങളും മറ്റും പുറത്തു വന്നാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം കിട്ടുക. അതിന് പ്രധാന കാരണം ഇറാൻ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലാണ്, സൈനിക താവളങ്ങളിലാണ്. അതീവ സുരക്ഷാ കേന്ദ്രങ്ങളായ സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലേക്ക് എത്താതിരിക്കാൻ അമേരിക്ക പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക തരുന്ന വിവരങ്ങൾ മാത്രമാണ് മിക്കപ്പോഴും മാധ്യമങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരിക. മാധ്യമങ്ങളിൽ വരുന്നതും അത് തന്നെയായിരിക്കും. എന്തായാലും അമേരിക്കയുടെ ഒളിച്ചുകളിയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാൻ സാറ്റലൈറ്റ് ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ്. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിൽ ഉള്ള അമേരിക്കൻ സേനയുടെ പ്രധാനപ്പെട്ട ഡ്രോൺ നിയന്ത്രണ കേന്ദ്രം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടത്തെ അതീവ സുപ്രധാനമായ 2 ഉപഗ്രഹ ആശയവിനിമയ ടെർമിനലുകൾ പൂർണ്ണമായും തകർന്നു. ഇത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക ഇത് പതിവ് പോലെ നിഷേധിക്കുകയാണ്. അതുകൂടാതെ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സുപ്രധാന കേന്ദ്രത്തിന് മുകളിൽ മിസൈൽ പതിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം സമുദ്ര നിരീക്ഷണത്തിനും ഇലക്ട്രോണിക് യുദ്ധങ്ങൾക്കും ഉപയോഗിക്കുന്ന P-8 വിമാനങ്ങൾ നിർത്തിയിടുന്ന വലിയ ഹാങ്ങറിന്റെ തകർന്ന മേൽക്കൂരയും അതിന്റെ അവശിഷ്ടങ്ങളും പുറത്തു വന്ന ചിത്രത്തിൽ കാണാം. ഇറാൻ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബഹ്റൈനിലെ 5ാം കപ്പൽ പട ആസ്ഥാനത്തെ കപ്പലുകൾക്കോ മറ്റ് സാധാരണ കെട്ടിടങ്ങൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. റഡാർ, ഡ്രോൺ കമാൻഡ് തുടങ്ങിയ സുപ്രധാന സൈനിക കെട്ടിടങ്ങളെ മാത്രം വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൃത്യത തെളിയിക്കുന്നു എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ബഹ്റൈനിലെ നാശനഷ്ടം കൂടാതെ കുവൈറ്റിലെ മിന അബ്ദുള്ളയിലുള്ള അമേരിക്കൻ ലോജിസ്റ്റിക് ഹബ്ബും F-15, F-16, F-35 യുദ്ധവിമാനങ്ങളും MQ-9 ഡ്രോണുകളും സൂക്ഷിച്ചിരുന്ന ഷെൽട്ടറുകളും തകർത്തുവെന്നും ഇറാൻ സേന സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം വിവിധയിടങ്ങളിലെ പാട്രിയോട്ടിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സൂപ്പർ ഹോക്ക് റഡാറുകളും തകർത്തുവെന്നും ഇറാൻ സേനയും ഇറാൻ മാധ്യമങ്ങളും അറിയിക്കുന്നു. കൂടാതെ ജോർദാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ഇറാന്റെ പ്രിസിഷൻ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തിട്ടുണ്ട്. ജോർദാനിലെ അൽ അസ്രഖ് മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ എല്ലാം. ഇവിടെയുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളായ MQ-9 റീപ്പർ, MQ-4C ട്രൈറ്റൺ എന്നിവ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറുകളും ഇറാൻ തകർത്തിട്ടുണ്ട്. ഇറാന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ ശേഷിയെ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതായത് ഈ ഡ്രോണുകളെ തകർത്തത്, ഡ്രോണുകളുടെ ഹാങ്ങറുകൾ തകർത്തത് ഇറാനെ നിരീക്ഷിക്കാനുള്ള അമേരിക്കയുടെ ശേഷിയെ ബാധിച്ചിട്ടുണ്ട്.
റഡാർ സംവിധാനങ്ങളെയും പാട്രിയോട്ടിക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വെട്ടിച്ച് ഇറാന്റെ ഖൈബർ ഷെഗൻ മിസൈലുകൾ തുടർച്ചയായി ലക്ഷ്യം കാണുന്നത് അമേരിക്കയ്ക്ക് സത്യത്തിൽ വലിയ നാണക്കേടാണ്. മാത്രമല്ല ഹൈപ്പർസോണിക് മിസൈലായ ഫത്തയും ഇറാൻ ജോർദാനിലെ അമേരിക്കൻ താവളത്തിന് നേരെ പ്രയോഗിച്ചിരുന്നു. ഇങ്ങനെ വ്യാപകമായ നാശനഷ്ടമാണ് ഇറാൻ അമേരിക്കയുടെ ഗൾഫിലെ സൈനിക താവളങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പല മാധ്യമങ്ങളും അറിയുന്നില്ല, അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. മാത്രമല്ല റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം എത്തിയതോടെ ഇറാന്റെ ആക്രമണങ്ങൾക്ക് കൂടുതൽ കൃത്യത കൈവന്നു എന്നാണ് യുദ്ധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഡൂംസ്ഡേയുടെ സഹായത്തോടെ അമേരിക്കയുടെ ചില മിസൈലുകളെ വഴിതിരിച്ചു വിടാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തൊടുക്കുന്ന മിസൈലുകൾക്ക് കൃത്യമായ വഴികാട്ടിയായും അമേരിക്കൻ പ്രതിരോധത്തെ തളർത്തുന്ന തന്ത്രപരമായ പങ്കാളിയായും റഷ്യയുടെ ഈ വിമാനം വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും എന്നാണ് സൂചന. ഇനി ഹോർമൂസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഹോർമൂസിനായി അവസാനം വരെ തങ്ങൾ പോരാടുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ മുഹമ്മദ് അക്രമനിയ പ്രഖ്യാപിച്ചത്. ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചാൽ ഹോർമൂസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാം എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. എന്നാൽ ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങളുടെ ദ്വീപുകളെയോ തീരങ്ങളെയോ മാത്രം ആശ്രയിച്ചല്ല, ഇറാന്റെ ഉള്ളിലെ ഏത് പോയിന്റിൽ നിന്നും ഹോർമൂസിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള സൈനിക ശേഷി ഉണ്ട് എന്നാണ് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇനി തുറക്കണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ധാരണാപത്രം അമേരിക്ക പൂർണ്ണമായും അനുസരിക്കണം. കപ്പൽ ഗതാഗതത്തിന് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കണം എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. കൂടാതെ ട്രംപിന്റെ ഭീഷണിക്ക് കണ്ണിന് കണ്ണ് എന്ന മറുപടിയാണ് ഇറാൻ നൽകുന്നത്. ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ട്രംപ് ആക്രമിച്ചാൽ, അതായത് അമേരിക്ക ആക്രമിച്ചാൽ, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. തങ്ങൾക്ക് ഇല്ല എങ്കിൽ ആർക്കും വേണ്ട എന്നാണ് ഇറാൻ സേന പറയുന്നത്. മാത്രമല്ല ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് ഹൂതികൾ അടയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. തങ്ങളുടെ നിർദ്ദേശത്തിനായി ഹൂതികൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഓർമ്മ വേണമെന്നാണ് ഇറാൻ സേനയുടെയും ഇറാന്റെയും ഭീഷണി. അതായത് അമേരിക്കയുടെ 5ാം ഘട്ട വ്യോമാക്രമണങ്ങൾക്കും നാവിക ഉപരോധങ്ങൾക്കും മുന്നിൽ കീഴടങ്ങാൻ തങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട് ട്രംപ് വീണ്ടും വീണ്ടും നാണം കെടുന്ന വാർത്തയും വരികയാണ്. നിങ്ങൾ ഹോർമൂസ് കടന്നോളൂ, ഞങ്ങൾ സുരക്ഷ നൽകാമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തെ മിക്ക കപ്പൽ കമ്പനികളും അവഗണിക്കുകയാണ്. കാരണം അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒമാന്റെ അടുത്തുകൂടിയുള്ള പാതയിൽ പോലും സുരക്ഷ നൽകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് കപ്പൽ കമ്പനികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഹോർമൂസിന്റെ എവിടെ കൂടെ അനുമതിയില്ലാതെ പോയാലും ഇറാൻ ആക്രമിക്കും. എന്നാൽ ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ പോയാൽ അവർക്ക് സുരക്ഷ കിട്ടും, ഇറാൻ അത് സുരക്ഷ ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രംപിനേക്കാൾ കപ്പൽ കമ്പനികൾ ഇറാനെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇതാണ് ഹോർമൂസിലെ സ്ഥിതി. അതിനിടെ ഇറാൻ തീരത്തേക്ക് പോയ കപ്പലിനെ ഉപരോധത്തിന്റെ ഭാഗമായി അമേരിക്ക ആക്രമിച്ചത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിനെ ആക്രമിച്ച് രംഗത്തു വന്നത് ശ്രദ്ധേയമാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയെയും വെടിനിർത്തൽ ചർച്ചകളെയും അട്ടിമറിക്കാൻ ഇസ്രയേൽ സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് എന്നാണ് വാൻസ് കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കയിലെ പൊതുജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ചിന്താഗതികളെ സ്വാധീനിച്ച് ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാണ് ഇസ്രയേലിലെ ഈ വിഭാഗം ശ്രമിക്കുന്നതെന്നും വാൻസ് ഉറപ്പിച്ചു പറയുന്നു. അടുത്തിടെ ടൈം മാഗസിൻ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ട് വാൻസ് ഇതിനായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇസ്രയേൽ സർക്കാർ ഫണ്ട് നൽകുന്ന ചില ഏജൻസികൾ വഴി അമേരിക്കയിലെ തീവ്ര യാഥാസ്ഥിതികരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് വൻതോതിൽ പണം നൽകിയിട്ടുണ്ട് എന്നാണ് ടൈം മാഗസിൻ്റെ ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ പണം ഉപയോഗിച്ച് ഇറാൻ കരാറിനെ അനുകൂലിക്കുന്ന തന്നെയും ട്രംപ് ഭരണകൂടത്തിലെ മറ്റുള്ളവരെയും സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായി വേട്ടയാടാനും ജനവികാരം സർക്കാരിനെതിരെ തിരിക്കാനും ഇസ്രയേൽ ലോബികൾ ശ്രമിക്കുന്നതായും വാൻസ് ആരോപിക്കുന്നു. ഇത്തരം നീക്കങ്ങളോട് ഗോ ടു ഹെൽ, നരകത്തിൽ പോകൂ എന്നാണ് തൻ്റെ മറുപടിയെന്നും വാൻസ് രോഷത്തോടെ പറയുന്നു. താൻ എപ്പോഴും ഇസ്രയേലിൻ്റെ താല്പര്യങ്ങളെക്കാൾ അമേരിക്കയുടെയും അമേരിക്കൻ ജനങ്ങളുടെയും താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടൊപ്പം തന്നെ ഇസ്രയേൽ നിലവിൽ അമേരിക്കയിലെ പൊതുജന പിന്തുണയിൽ വലിയ പരാജയമാണ് നേരിടുന്നത് എന്നും അത് മറച്ചുവെക്കാൻ കഴിയില്ല എന്നും വാൻസ് തുറന്നു പറഞ്ഞു. വാൻസിന്റെ ഈ തുറന്നു പറച്ചിലൂടെ ഇറാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടവും നെതന്യാഹു സർക്കാരും തമ്മിലുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരസ്യമായിരിക്കുന്നത്. വാൻസിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ വ്യക്തമായ
വ്യക്തി താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഭാവിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് വാൻസ് എന്നതുകൂടി ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇറാനുമായി ഒരു ധാരണ വേണമെന്ന നിലപാടിൽ വാൻസ് ഉറച്ചു നിൽക്കുകയാണ് എന്നതും ഈ പ്രസ്താവനയിലുണ്ട്. ട്രംപിനെ ഈ നിലപാടിലേക്ക് എത്തിക്കാൻ, അതായത് ഇറാനുമായി ഒരു ധാരണ വേണം എന്നുള്ള നിലപാടിലേക്ക് വീണ്ടും എത്തിക്കാൻ വാൻസ് ശ്രമിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. എന്തായാലും ഹോർമൂസിൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് ഇറാൻ. ഒപ്പം ബാബ് അൽ മന്ദേബും അമേരിക്കയെയും സൗദിയെയും കുഴപ്പിക്കാൻ പറ്റിയ ആയുധമാക്കി ഇറാൻ മൂർച്ച കൂട്ടിവെക്കുന്നു. ഇതിനൊപ്പം തന്നെ കൃത്യതയുള്ള ആക്രമണങ്ങളുമായി അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയും നൽകുന്നു. വരും ദിവസങ്ങളിൽ ആക്രമണത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഒപ്പം വാൻസിന്റെ പ്രസ്താവന നൽകുന്ന സൂചനകളും ഇറാന്റെ ആത്മവിശ്വാസം കൂട്ടുകയാണ്. ട്രംപും കൂട്ടരും ഇത്രയും ആക്രമണം നടത്തുമ്പോഴും കാര്യങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കൈവശമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ സമയവും പറയാൻ കഴിയുക. ഇറാൻ തീർന്നു എന്ന് വാദിക്കുന്നവർ അത് ഉടൻ തിരുത്തേണ്ടി വരുമെന്നാണ് ചില നയതന്ത്ര വിദഗ്ധരുടെ തന്നെ വിലയിരുത്തൽ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മറ്റൊരു സിംപിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.